ചെയ്യാനൊന്നും വയ്യ കേട്ടോ. ഇത് എന്ത് കഷ്ടം, ഇതൊക്കെ നേരത്തെ വൃത്തിയാക്കി വെച്ചത്. അങ്ങനെ ആണെങ്കിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ട്? ചുമ്മാന്നല്ലോ പൈസ അങ്ങോട്ട് തന്നെ മേടിക്കുന്നത്. ശരി അങ്ങോട്ട്. ഓ എടിയേ എന്തോ കടിച്ചടി പിന്നെ കടിക്കാനിരിക്കുന്ന അവിടെ കുറെ പൊടി കടിച്ചടി പാടുണ്ടടി. പാടുണ്ട്. പേടിക്കണ്ട ഒന്നുമില്ല. അതെ ഞാൻ അവിടെ പോക്കിക്കൊണ്ട് എടി എനിക്ക് അറിയത്തില്ലടി എന്ത് ചെയ്യണോന്ന്. രണ്ട് കുത്തുന്നത് ഞാൻ കണ്ടു. എന്തെടുക്കാൻ പോവാ നീ? വിഷം വായിക്കൂടെ പോണ്ടേ? ദൈവമേ മാറിക്ക്, ഞാൻ കാണിച്ചാൽ എന്താ ചെയ്യണ്ടേ. അവിടെ ഞാൻ കാലായിട്ടോ. ഇതെന്തെടുക്കാൻ പോവാ നീ? കെട്ടിവെക്കാൻ പോന്ന് എന്നതിന്? അപ്പൊ അത് കടിച്ച ഇതൊന്നും അല്ല ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. മാറെങ്ങോട്ടാ? നീ ഇനി എന്ത് ചെയ്യുവാ? ഇത് തുളസി പിഴിഞ്ഞ് നോക്കിയാണ് വേഗം മാറത്തില്ലേ? എന്താ തുളസി ഒന്നും അല്ല, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യണേ. എന്തൊക്കെ കാണിക്കുന്നു നിങ്ങളൊക്കെ കിടന്നിട്ട്? ചെയ്യണ്ടേ? ഇവിടെ ഒരു കത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതങ്ങ് ചെത്തിക്കളയാം. ആശുപത്രി പാമ്പ് കടിയേറ്റ ശേഷം വിഷം വലിച്ചെടുക്കുന്നത് ഫലപ്രദമല്ല. ഇത് ദോഷകരമാണ്. ഇത് മുറിവിൽ കൂടുതലായി അണുബാധയ്ക്ക് കാരണമാകും. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടത് എന്തൊക്കെ? രോഗിക്ക് ആത്മവിശ്വാസം നൽകുക. ശേഷം രോഗിയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക. മുറിവ് നിരീക്ഷിക്കുക. പാമ്പ് കടിയേറ്റ വ്യക്തിയുടെ ചലനം നിയന്ത്രിക്കുക. ബാധിച്ച അവയവം എത്രയും പെട്ടെന്ന് നിശ്ചലമാക്കുക. ആഭരണങ്ങൾ നീക്കം ചെയ്യുക. ഇറുകിയ വസ്ത്രങ്ങൾ ലൂസാക്കുക. മുറിവിൽ ഒരിക്കലും ഐസ് ഉപയോഗിക്കരുത്. പാമ്പിനെ പിടിക്കുവാൻ ശ്രമിക്കരുത്. മുറിവേറ്റ ഭാഗം കെട്ടിവെക്കുവാൻ പാടില്ല. പാമ്പ് കടിയേറ്റ ഭാഗം മുറിക്കുവാനോ വിഷം വലിച്ചെടുക്കുവാനോ പാടില്ല.